ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ മോർണിംഗ് വ്ളോഗ് നോക്കാം. രാവിലെ ഇഞ്ചി ചായ ഇട്ട് ഞങ്ങൾ കുടിച്ചു. ഇഞ്ചി ചായ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചി ചായയാണ് ഇടാറ് പതിവ്. അങ്ങനെ ഞാൻ ഇഞ്ചി ചായ ഇട്ടു. അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി മുളക് പൊടി, ഉഴുന്നുപൊടി എന്നും പറയും, മുളക് പൊടി ഉഴുന്നുപൊടി ഉണ്ടാക്കി. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു ചീനിച്ചട്ടിയിൽ ഉഴുന്നും സാമ്പാർ പരിപ്പും കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും കുറച്ച് കരിയേപ്പില അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് പൊടിക്കണം. അപ്പം വറ്റൽ മുളകാണ് വറുത്ത് ഇതിൽ പൊടിച്ചിടാറ്. എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ട് കായവും ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. അപ്പം മുളക് പൊടി റെഡിയായി, അതായത് ഇഡ്ഡലിപ്പൊടി റെഡിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ദോശ ഉണ്ടാക്കി. മുട്ട ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയത്. മുട്ട ദോശയും സാദാ ദോശയുടെ കൂടെയും. ഇതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ടൂറ് പോകുമ്പോൾ ചമ്മന്തിക്ക് പകരം ഇതായാലും കൊണ്ടുപോകാം. എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കി. ദോശയും ഈ മുളക് പൊടിയും കൂടെ നമ്മൾ കഴിച്ചു. പിന്നെ ഇന്നലെ കുറച്ച് പോർക്ക് മോൻ വാങ്ങിച്ചോളൂ. ഞാൻ കഴിക്കാറില്ല, മോനെ കഴിക്കാറുള്ളൂ. അവന് വേണ്ടി വാങ്ങിച്ചു. പോർക്ക് തോരനും വെച്ച് ആ ദോശയുടെ കൂടെ ഈ പോർക്ക് തോരനും മുളക് പൊടിയും വെച്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, ദോശയും മുളക് പൊടിയും. ഇനി നാളെ മറ്റൊരു വീഡിയോയിലിട്ട് കാണാം.